അന്നേരം നല്ല അവന് അഹങ്കാരിയാ, അവന് സൈക്കോന്നുമില്ല. അഹങ്കാരവും അഹന്തയോ. അവനങ്ങനെ യാതൊരു വീടോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെയുള്ള ബന്ധമുള്ളവനല്ലല്ലോ. എൻ്റെ ഇളയ മോടോ വിവാഹ സമയത്ത് മാത്രം ഇവിടെ വന്ന, അല്ലാതെ ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ആരും അങ്ങനെ നിർത്താത്തത് എവിടെ. ഇങ്ങനെ അറിയിച്ചു അല്ലേ? ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പറയണമല്ലോ, ലാസ്റ്റ് കുഞ്ഞിനെ അറിയണമല്ലോ. അപ്പോൾ ഇന്ന് ഈ ദഹിപ്പീരല്ല ദഹിപ്പിക്കാം ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ ആചാരപ്രകാരമുള്ള ദഹനമാണ് നടത്തുന്നത്. കുഞ്ഞു മോള് ചെയ്യും. ശരി. അവളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് അവളെ ദഹിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് പറഞ്ഞോ അവർ? ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രാഥമികമായിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോയി സംസാരിക്കണം ഡോക്ടറോട് അല്ലേ? അത് തന്നെ. ഇത് പിന്നെ നമുക്കറിയാമല്ലോ, ഇത് പിന്നെ അവിടെ ഭർത്താവിൻ്റെ ഉപദ്രവം മൂലം ഉള്ള മർഡറായത്, ഉള്ള മരണമാണ്, അവനെ കൊണ്ടുണ്ടായ മരണമാണ്. അപ്പോൾ ഇതിനകത്ത് അതേ ഉള്ളൂ, അവന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കുക. ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇത് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ ഒരു 8-അംഗ ടീം ഇത് നോക്കുന്നത് ഞാൻ അറിഞ്ഞത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. മാതൃകപരമായിട്ട് ഇനിയൊരു കുഞ്ഞിന് ഇങ്ങനെ ഉണ്ടാകാത്ത രീതിയിൽ ഇങ്ങനെയുള്ള അധമന്മാരെ നമ്മുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ അവന് കൊടുക്കണം. അത്രേ പറയാനുള്ളൂ ഇതിനകത്ത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായോ? അതായത് വളരെ ചെറുപ്പം 10-30 വയസ്സുള്ള ജീവിതം ഇനി അങ്ങോട്ട് കിടക്കുവാണ്. ആ ജീവിതം എന്ന് പറയുന്നതാണ്, ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആ ജീവിതത്തെ തല്ലിക്കെടുത്തുന്ന അധമന്മാർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവൻ തക്കതായ ശിക്ഷ കൊടുത്ത് മാതൃകയാക്കണം. സമൂഹത്തിൽ ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഇമാതിരി ക്രൂരതകൾ കാണിക്കാതിരിക്കാനോ വേണ്ടി നിയമം അതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി പോരാടുമെന്നുള്ളതല്ല, അത് പോരാടാൻ അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തോട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവന് വേണ്ടുന്ന തക്ക ശിക്ഷ കൊടുക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് ആരും വരുമോ എന്നറിയാമോ? അവനങ്ങനെ യാതൊരു വീടോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെയുള്ള ബന്ധമുള്ളവനല്ലല്ലോ. പിന്നെ അതിനെപ്പറ്റി എന്തിനാ? പക്ഷെ അവൻ അവധിക്ക് വരുമ്പോഴൊക്കെ ഇവിടെയാണോ വരുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അവധിക്ക് ഇവിടെ വന്നു അങ്ങനെ ഇല്ല. അവൻ ആകെപ്പാടെ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ഇളയ മോടോ വിവാഹ സമയത്ത് മാത്രം ഇവിടെ വന്ന, അല്ലാതെ ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ആരും അങ്ങനെ നിർത്താത്തത് എവിടെ. അങ്ങനെയുള്ള ഒരു സ്വഭാവ വൈകൃതങ്ങളുള്ളവനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആ ഇളയ കുഞ്ഞിൻ്റെ കല്യാണത്തിന് മാത്രം ഇവിടെ വന്നിട്ടുണ്ട്, അല്ലാതെ ഒന്നും ഇവിടെ വന്നിട്ടൊന്നുമില്ല. അന്ന് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി കല്യാണം നടക്കുമ്പോൾ അതിന് മുമ്പ് അറിയത്തില്ലായിരുന്നോ ഇവൻ്റെ ഈ സ്വഭാവം മോശമാണെന്ന്? ഇങ്ങനെ അങ്ങനെയൊന്നും അറിയത്തില്ല. അവന് അഹങ്കാരിയാ, അവന് സൈക്കോന്നുമില്ല. അഹങ്കാരവും അഹന്തയോ. ഒരുപാട് പിന്നെ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവന് അഹങ്കാരി. നമ്മളെ അങ്ങനെ വിളിക്കുമായിരുന്നു, നമ്മളോട് അങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ വിളിക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. വിളിക്കുന്നത് നേരിട്ടും വിളിച്ചിട്ടുണ്ട്, എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ നേരിട്ടും വിളിച്ചിട്ടുണ്ട്. എന്നും പേടിച്ച് തന്നെയാണ് കഴിഞ്ഞത് ചേട്ടനൊക്കെ. പിന്നെ പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, എൻ്റെ സാന്നിധ്യത്തിൽ അവനെ എന്തിനാ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ മോളുടെ കാര്യമോർത്ത് ഭയം ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഉണ്ടായിരുന്നു. വിളിച്ചുകൊണ്ട് വന്നതാണ്, നിർത്തിയതാണ്, എന്നിട്ട് അവൾ പിന്നെ ഓടിപ്പോയെന്ന് പറയരുത്. അവളെ ട്രാപ്പിലാക്കിയെന്ന് വേണം പറയാൻ. അവളെ ട്രാപ്പിലാക്കാന്നുള്ള, അല്ലാതെ അവൾ എൻ്റെ മോള് ഒരിക്കലും അങ്ങനെ പോകത്തില്ല. പറഞ്ഞ് സമാധാനിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ തന്നെ ഒരുമാതിരി ക്രിമിനൽ സ്വഭാവം. അത് അവൻ്റെ ക്രിമിനൽ മൈൻഡിനെ അവൻ രഹസ്യമായിട്ട് വെച്ചിട്ട്, അതുകൊണ്ടാണ് ഈ കൂടുതലും മോളെ മുത്തേ ചക്കര എന്നൊക്കെ വിളിക്കുന്നവരെ വളരെ സൂക്ഷിക്കണം. യഥാർത്ഥ സ്നേഹമുള്ളവരാരും അങ്ങനെ വിളിക്കത്തില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവൻ ക്രൂരനാണെന്ന്. അല്ല, കുഞ്ഞിനോട് ഞാൻ അത്ര ഡീപ്പല്ലെന്ന് അവൻ പറയുന്നുണ്ട്. അവന് സ്വന്തം മാതാവിനോട് ഒരു ബന്ധമില്ല. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? മാതാവാണ്. നമ്മൾ ജീവിക്കുന്ന മാതാവിൻ്റെ ഉദരത്തിലാണ്. ആ മാതാവിനോട് ഒരു ബന്ധമില്ലാത്ത പിന്നെ സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുമോ? മനസ്സിലായോ? ഏതൊരു ക്രിമിനൽ പോലും, കുറ്റവാളികൾ പോലും, കൊടും തീവ്രവാദികൾ പോലും അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിക്കത്തില്ലേ? ഇതിനെക്കുറിച്ച് എത്ര എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.